ഇനി എന്റെ പൊന്നുമോളൊന്ന് വാ തുറന്നേ. ആ ആ എന്റെ കുഞ്ഞു വാ തുറന്നേ. ആ കുറച്ചുകൂടെ കുറച്ചുകൂടെ കഴിക്കമ്മ. എന്താ പ്രണവ് എന്ത് പറയുന്നൊരു പേടി. നീ ഇപ്പോഴും അതാലോചിച്ചോണ്ട് നിൽക്കുകയാണോ? അങ്ങനെയൊക്കെ പേടിക്കാൻ നിന്നാലേ ജീവിക്കാൻ പറ്റില്ല. നീ നേരെ പ്രണവിന്റെ മുന്നിലേക്ക് ചെല്ലണം. ഞാൻ പറയുന്നത് അനുസരിക്കാനേ തൽക്കാലം നിർവാഹമുള്ളൂന്ന് എന്ത് ചോദിച്ചാലും മറുപടിയായിട്ട് നീ അങ്ങ് പറഞ്ഞേക്കണം. ഏട്ടത്തിയുടെ അവസ്ഥ എന്തായെന്ന് നോക്കാം. തുറന്നു വിട്ടേക്കാ അതിന്. ആന്റി എന്തേത്? ആരാ ഡോർ തുറന്നേ? ആന്റി ഡോറ് ചവിട്ടിപ്പൊളിച്ചായിരിക്കും ആന്റി പുറത്തിറക്കിയത്. നീയാണോ ഈ ലോക്ക് പൊളിച്ചത്? അതെ, ഞാനാണ് പൊളിച്ചത്. ഞാൻ പൊളിച്ചപ്പോ എന്താ കുഴപ്പം? എനിക്ക് പൂട്ട് പൊളിക്കണമെന്ന് തോന്നി, ഞാൻ പൊളിച്ചു. വിരോധം ഉണ്ടെങ്കിലേ കൊണ്ട് കേസ് കൊടുക്കും. ഏട്ടത്തി എവിടെ? പ്രണവ്, നിന്നോടാ ചോദിക്കുന്നത്. ഏട്ടത്തി എവിടെയെന്ന്. പ്രണവേ, ആന്റി ചോദിക്കുന്നത് കേട്ടില്ലേ? ആന്റി എവിടെ പോയി? മോളുടെ റൂമിലുണ്ടോ അതോ കിച്ചണിലോ? ഇവൻ പറയുന്നില്ലെങ്കിൽ വേണ്ട. ശിവാനി, നീ ഏട്ടത്തിയോട് എനിക്കൊരു ചായ ഇട്ട് തരാൻ പറ. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, നല്ല തലവേദന. ഒന്ന് നിന്നേ. എന്റെ അമ്മയെ വലിച്ചഴിച്ച് മുറി കൊണ്ട് പൂട്ടിയിട്ട് നെറ്റിയും പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ചായ കൂടെ ഉണ്ടാക്കി തരണോ അല്ലേ? എന്നാ കേട്ടോ, ചായ എന്നല്ല പച്ച വെള്ളം എടുത്തു തരാൻ പോലും അമ്മ വരാൻ പോകുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? ആട്ടെ, ഇത് ആരെടുത്ത തീരുമാനമാ? തീരുമാനം എന്റേതും അല്ല അമ്മയുടേതും അല്ല, ഏട്ടനും ഏട്ടത്തെയും കൂടെ എടുത്ത തീരുമാനമാണ്. ആ പിന്നെ അമ്മയെ പൂട്ടിയിട്ടിരുന്ന മുറിയുടെ പൂട്ട് പൊളിച്ചത് ഞാനൊന്നും അല്ല, ഏട്ടനാ. അവർ രണ്ടുപേരോട് വന്നിട്ടുണ്ടായിരുന്നു. ആ പൂട്ട് പൊളിച്ച് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവരാ. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ ഏട്ടനും ഏട്ടത്തെയും കൂടെ ചേർന്ന് അവരുടെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വാടക വീട്ടിലേക്കോ? എന്തിനാ പ്രണവേ ആന്റി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേ? ഞാൻ പറഞ്ഞു വിട്ടൊന്നും അല്ല, അവര് വിളിച്ചു, അമ്മ പോയി, അത്രേ ഉള്ളൂ. മാനവും മര്യാദയും കേട്ട് ആത്മാഭിമാനവും പണയം വെച്ച് ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ കൂടെ പോകുന്നതാണെന്ന് അമ്മയ്ക്ക് തോന്നി കാണുമായിരിക്കും. ഇനി അമ്മ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരത്തില്ല. ഈ കുടുംബത്തിന്റെ നട്ടല്ലായിരുന്നു എന്റെ അമ്മ, ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു. ഓരോന്ന് കാണിച്ചു കൂട്ടി ആ ഐശ്വര്യം കെടുത്തിയപ്പോ സമാധാനമായ നിങ്ങൾക്ക്? എനിക്കും എല്ലാം മതിയായി. ഇനി ഓഫീസിലേക്ക് കാണാൻ പറഞ്ഞിട്ട് എന്നെ കാണാൻ വിളിച്ച ഞാൻ അങ്ങോട്ടേക്കേ ഇല്ല. കമ്പനിയും വീടൊക്കെ നിങ്ങൾ രണ്ടുപേരും ചേർന്നങ്ങ് ഭരിച്ചോ, അതാ നല്ലത്. ഇവനെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇവനില്ലെങ്കിൽ ഓഫീസ് റൺ ചെയ്യാൻ പറ്റില്ലെന്നോ? ഏട്ടത്തി ഇവിടെ ഇല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുടങ്ങുമെന്നോ? കാണിച്ചു കൊടുക്കാം ഈ വസുന്ധര ആരാണെന്ന്. ആന്റി എന്തൊരു തന്റെ ഉണ്ടായിട്ടാ നമ്മൾ രണ്ടുപേരും ഇല്ലാത്ത നേരത്ത് നിധി ഇവിടെ വന്ന് പൂട്ട് പൊളിച്ച് ആന്റി കൊണ്ടുപോയത്. ആന്റി എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ
അത് ചെയ്ത് കാണിക്കാണ് ഇപ്പോഴത്തെ ഇവിടത്തെ ഒരു രീതി. ഇനി അത് നടക്കില്ല ശിവാനി. നീതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് പോലും ഇനി ഈ വീട്ടിലുണ്ടാവില്ല. സൂക്ഷിക്കേണ്ടത് നീയാണ്. പ്രണവിനെ നിന്റെ കൺട്രോളിൽ, നിന്റെ ചരടിന്മേൽ നിർത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ അവൻ നിധിയുടെ പക്ഷം ചേരും, ഓർത്തോ. അങ്ങനെ എനിക്ക് ശല്യമായിട്ട് വരുന്ന ഓരോരുത്തരും ഈ വീട് വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ മൊത്തത്തില് ബെസ്റ്റ് ടൈമായി തീരുകയാണല്ലോ എന്റേത്. അമ്മേ, അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? ഒന്നുമില്ല. എന്താ ഈശ്വരമംഗലത്തെ കുറിച്ച് ഓർമ്മ വന്നോ? എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റുമോ മോളെ? ആ വീട്ടിലേക്ക് കാലെടുത്ത് കയറിയതിനു ശേഷം ഇതുപോലെ ഒരു ദിവസം പോലും ഞാൻ മാറി നിന്നിട്ടില്ല. സ്വർഗമായിരുന്നില്ലേ ആ വീട് എനിക്ക്. അവിടെയുള്ള ഒരാളെങ്കിലും കാണാതെ ഒരു ദിവസം പോലും എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ തന്നെ അവിടെ നിന്നും പുറത്തായിരിക്കുന്നു. നിന്റെ അച്ഛനെങ്ങാനും വിളിച്ച് എന്തെങ്കിലും ഇപ്പൊ ചോദിച്ചാ എനിക്കിതെങ്ങാനും പറയാൻ പറ്റുമോ? അവിടം വിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഗോപേട്ടനത് സഹിക്കാൻ പറ്റുമോ? ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. അതൊക്കെ ഇനി ആലോചിച്ചിട്ട് എന്താ അമ്മേ കാര്യം? ഇതും ഒരു കുടുംബമാണെന്ന് കരുതിയ പോരെ? കുടുംബം എന്ന് പറഞ്ഞ എന്താണ് മോനെ? അവിടെ അച്ഛനുണ്ടാവണം, അമ്മയുണ്ടാവണം, മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരും എല്ലാരും ഉണ്ടാവണം. പരസ്പരം തുണയായി ഒത്തൊരുമിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാലല്ലേ അതൊരു കുടുംബം ആകുള്ളൂ. ഇതൊരു കുടുംബമല്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടേക്ക് വരേണ്ടി വന്ന ഗതികേടിനെ കുറിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്നത് ഒരു ഗതികേടായിട്ടൊന്നും അമ്മ ചിന്തിക്കണ്ട. പഴയ വിഷമങ്ങളെല്ലാം മറന്നു കളഞ്ഞേക്ക്. എന്നിട്ട് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം. ഇനിയുള്ള കാലം എന്നും അമ്മയ്ക്ക് ഞങ്ങളോടൊപ്പം കഴിയാം. നോക്ക് ഗൗതം, അമ്മ ഇവിടെ നിർത്തുന്നതിൽ എനിക്കൊരു വിഷമമില്ല. നമുക്ക് രണ്ടാൾക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഈശ്വരമംഗലത്ത് ജീവിക്കുന്നത് തന്നെയായിരിക്കും അന്തസ്. ആ വീട്ടില് ഈശ്വരമംഗലത്ത് അമ്മ പഴയ അന്തസ്സോടെ അഭിമാനത്തോടെയും തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കണം. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്.